ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തിനായി ദാഹിക്കുന്നവരെ, ഇന്ന് വീണ്ടും കർത്താവിൻ്റെ തിരുമൊഴികൾ നമ്മുടെ കാതുകൾക്ക് ഇമ്പവും നമ്മുടെ ഹൃദയത്തിന് തണുപ്പും നമ്മുടെ ജീവിതത്തിന് ബലവുമായിരിക്കാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് പകർന്നു തരുവാൻ കർത്താവിൻ്റെ അമിത കൃപയിൽ തന്നെ ഞാൻ ശരണപ്പെടുന്നു. വചനം കേൾക്കാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എൻ്റെ വിനീതമായിരിക്കുന്ന സ്നേഹാഭിവാദനങ്ങൾ അറിയിപ്പിച്ചുകൊണ്ട് കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് തിരുമുഖത്തേക്ക് നോക്കി 1000 നന്ദിയും സ്തുതിയും സ്തോത്രവും കരയറ്റിക്കൊണ്ട് ഇന്ന് ഹൃദയമൊഴികൾ ദൈവമായ കർത്താവ് പകർന്നു തന്നത് നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതിന് യെശയ്യാ പ്രവചനം 50-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുകയാണ്. യെശയ്യാ പ്രവചനം 50-ാം അധ്യായം 4-ാം വാക്യം. തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവിയെ ഉണർത്തുന്നു. അനുഗ്രഹീതമായിരിക്കുന്ന ഒരാത്മീക വചനം. ദൈവം ചെയ്യുന്ന മഹാപ്രവൃത്തികളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. വായിച്ചാലും പറഞ്ഞാലും വ്യാഖ്യാനിച്ചാലും തീരാതെ വണ്ണം മനുഷ്യർക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ചെറുതും വലുതുമായിരിക്കുന്ന അസാധാരണമായിരിക്കുന്ന കാര്യങ്ങൾ ബൈബിൾ നന്നായി പഠിച്ചാൽ ദൈവം ചെയ്ത് കഴിഞ്ഞ ഒട്ടനവധി കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്നും ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം സജീവമായി ചെയ്യുന്നുണ്ട്. നാളുകളിൽ സർവശക്തൻ ചെയ്യാനിരിക്കുന്ന അസാധാരണവും അത്ഭുതകരവുമായിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ നമുക്ക് ധാരണ തരുന്നുണ്ട്. ഇവിടെ സർവശക്തൻ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പരാമർശിക്കപ്പെട്ടിരിക്കുന്നൊരു ഭാഗമാണ് എഴുതിയിരിക്കുന്നത്. തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. നാവുകൊണ്ടും വാക്കുകൊണ്ടും ഉണർത്താൻ കഴിയുന്ന, താങ്ങാൻ കഴിയുന്ന ഒരസാധാരണ കഴിവും കൃപയും ദൈവം മനുഷ്യർക്ക് കൊടുക്കുന്നു. ഈ ലോകത്തിൽ ആളുകൾ പലവിധമാണ്. ചിലർ തളർന്നവരാണ്, തകർന്നവരാണ്, ക്ഷീണിച്ചവരാണ്, ബലഹീനരാണ്. ഇവരെ ആരെയും കൈവിടാതെ, തഴയാതെ, മാറ്റി നിർത്താതെ ഇതിനെല്ലാം പരിഹാരമൊരുക്കുന്നൊരു ദൈവം തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇതാ ലളിതമായിരിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, തളർന്നിരിക്കുന്നവരെ താങ്ങണം. 2, ക്ഷീണിച്ചിരിക്കുന്നവരെ ഉണർത്തണം. ഈ 2 കാര്യങ്ങൾ നിർവഹിപ്പാൻ സർവശക്തനായ ദൈവം ചിലരെ നിയോഗിച്ചിട്ടുണ്ട്. നാക്കുകൊണ്ട് താങ്ങുകയും വാക്കുകൊണ്ട് ഉണർത്തുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ അപാര കൃപകൾക്കായിട്ട് ദൈവത്തെ വാഴ്ത്തുകയാണ്. ഞാനിതിൽ പ്രധാനമായും ഇന്നെടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ അവൻ രാവിലെ തോറും ഉണർത്തുന്നു. രാവിലെ തോറും ഉണർത്തുന്നു. ദൈവമായ കർത്താവ് ചിലർക്ക് ശിഷ്യന്മാരുടെ നാവ് കൊടുത്തിരിക്കുന്നു. ആ നാവ് കൊണ്ടുള്ള വാക്കുകളാൽ രാവിലെ തോറും ദൈവത്തിൻ്റെ സന്നിധിയിൽ ചിലരെ ഉണർത്തുന്നു. ഉണരുക, ഉണർത്തുക എന്ന വാക്ക് വേദപുസ്തകത്തിൻ്റെ അതിപ്രധാനമായിരിക്കുന്നൊരു പദമാണ്. ഉണരുക, ഉണർത്തുക എന്നത് ദൈവം പ്രവർത്തിക്കുന്നത് തിരുവെഴുത്ത് നന്നായി പഠിച്ചാൽ കാണാൻ കഴിയുന്നത്. 1, ദൈവം വെളിച്ചത്തിലാണ് പ്രവർത്തിക്കുന്നത്. 2, ദൈവം ഉണർന്നവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഈ 2 കാര്യം ഒരു വാക്യമെടുത്ത് നിങ്ങളുടെ കയ്യിൽ തരാനില്ലെങ്കിലും വേദപുസ്തകത്തിന് നിസ്തുല്യമായിരിക്കുന്ന വിഷയത്തിനകത്ത് നിന്ന് നമുക്ക് ബോധ്യപ്പെടാവുന്ന കാര്യമാണ്. അനേക സന്ദർഭങ്ങളിൽ ദൈവപ്രവൃത്തി ആരംഭിച്ചതൊരു വെളിച്ചം വന്നതിന് ശേഷമാണ്. ഈ പ്രപഞ്ചത്തെ റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിനകത്ത് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഈ ലോകം കേട്ട ആദ്യത്തെ ശബ്ദം, പ്രപഞ്ചത്തിൽ മുഴങ്ങിയ ആദ്യനാദം വെളിച്ചമുണ്ടാകട്ടെ എന്ന ശബ്ദമാണ്. വെളിച്ചമുണ്ടായതിന് ശേഷമാണ് ഈ പ്രപഞ്ച സൃഷ്ടികൾ നടന്നത്. ഇന്നീ കാണുന്ന സകല രമണീയമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന സകലതും സൃഷ്ടിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ചത്
ജീവജാലങ്ങളെ സൃഷ്ടിച്ചതെല്ലാം വെളിച്ചത്തിലാണ്, വെളിച്ചമുണ്ടായതിന് ശേഷമാണ്. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ പത്രോസ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന സമയത്ത് കാരാഗ്രഹത്തിനകത്ത് നിന്ന് പത്രോസിനെ അത്ഭുതകരമായി ദൂതനെ വിട്ട് പുറത്തു കൊണ്ടുവരുമ്പോൾ ആ സംഭവത്തിൻ്റെ, ആ പരമ്പരയുടെ, ആ വലിയ വിടുതലിൻ്റെ തുടക്കം കുറിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്നത് അറയിൽ വലിയൊരു വെളിച്ചം പ്രകാശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അകത്തെ മുറിക്കകത്ത് ആമത്തിൽ കിടക്കുന്ന, ചങ്ങലയിൽ കിടക്കുന്ന, പൂട്ടപ്പെട്ട് കിടക്കുന്ന, കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസ് എന്ന ദൈവഭൃത്യൻ്റെ അറ, അതിനകത്തൊരു വെളിച്ചം വന്നു. വെളിച്ചം വന്നാൽ പുറകെ ദൈവപ്രവൃത്തി ആരംഭിക്കും. അപ്പം വെളിച്ചത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം, അത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. എന്നാൽ വ്യക്തിപരമായിട്ട് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ വ്യക്തിപരമായി കാണാൻ കഴിയുന്നത് ഉണർത്തിയിട്ടാണ് ദൈവപ്രവൃത്തി ആരംഭിക്കുന്നത്. ഒരു മനുഷ്യൻ ഉറങ്ങുമ്പോൾ, ഉറങ്ങുക എന്ന് പറഞ്ഞാൽ രാത്രി പുതപ്പിൻ്റെ അടി കിടക്കുന്ന കാര്യമല്ല, ആത്മീക ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ആത്മീകമായി ഉറങ്ങിപ്പോയവൻ ഉറക്കത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒന്നും അറിയുന്നില്ല. നല്ല ബുദ്ധിയുണ്ട്, നല്ല കഴിവുണ്ട്, നല്ല വാക്കുണ്ട്, നല്ല നാക്കുണ്ട്, മനസ്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഉറക്കത്തിൽ ഇത് വല്ലതും പ്രയോജനപ്പെടുമോ? ഇല്ലല്ലോ. ഇതുപോലെ തന്നെ ആത്മീക ഉറക്കം, ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ആത്മീകമായിട്ട് ഒരു സ്ലീപ്പിങ്ങിലാണെങ്കിൽ ഒരു കാര്യവും പ്രയോജനപ്പെടുകയില്ല. അപ്പോൾ ദൈവം എന്തു ചെയ്യും? ആരെങ്കിലും വിട്ടുണർത്തും. ദൈവത്തിൻ്റെ വചനമായി ഉണർത്തും. ചില സംഭവങ്ങളിലൂടെ ഉണർത്തും, ദൂതിലൂടെ ഉണർത്തും, ഒരു ദൈവദാസനെ വീട്ടിൽ പറഞ്ഞു വിട്ടുണർത്തും. ഇതുപോലത്തെ സന്ദേശം ആധുനിക കാലത്ത് ഈ മീഡിയയിലേക്ക്, നിങ്ങളുടെ കയ്യിലേക്ക്, നിങ്ങളുടെ മൊബൈലിലേക്ക് അയച്ചു തന്നത് കേട്ടിട്ടുണർത്തും. ഇത് കേട്ടുണർന്നാൽ ഓർത്തോളണം, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കും. എവിടെ ആര് ഉണർന്നിട്ടുണ്ടോ, ഉണർന്നവരിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇതാ സർവശക്തൻ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനമാണ് ഈ 50-ാം അധ്യായത്തിനകത്തെല്ലാം കേട്ടോ. യെശയ്യാ പ്രവചനത്തിൻ്റെ കൂടുതൽ ഭാഗവും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വരാനിരിക്കുന്ന കാര്യങ്ങളുടെ പ്രവചനമാണ്. കർത്താവിനെ തന്നെ പ്രതീക്ഷിച്ചു, കർത്താവിനെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നതാണ്. ഒപ്പം ഈ പ്രവചനത്തിന് മറ്റൊരു മാനമുള്ളത്, ഇന്നും ദൈവം പലരെയും ഉണർത്താൻ വേണ്ടി ചിലർക്ക് ശിഷ്യൻ്റെ നാവ് കൊടുക്കുന്നു. സാത്താൻ, പിശാച്, ഈ ലോകം മാനവകുലത്തെ നിരാശപ്പെടുത്തി, മനസ്സിടിച്ച്, എന്നെക്കൊണ്ട് ഇനി ഒന്നിനും കഴിവത്തില്ലെന്ന് വിചാരിച്ച് ഉള്ളമൊതുങ്ങി മനുഷ്യൻ ഒരുതരം മരവിച്ച ഒരു വസ്തുവായി മാറ്റുമ്പോൾ, സ്വർഗസ്ഥനായ ദൈവം തനിക്കുള്ള ആരെങ്കിലും ശിഷ്യൻ്റെ നാവും കൊടുത്ത് അവൻ്റെ വീട്ടിലേക്ക് വിടുകയാണ്. അവൻ്റെ അടുക്കലിരുന്ന് വാക്കുകൊണ്ടും നാക്കുകൊണ്ടും താങ്ങുകയും ഉണർത്തുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യാൻ ദൈവമായ കർത്താവ് നിങ്ങൾക്കൊരാളെ തന്നിട്ടെങ്കിൽ ഓർത്തോളം, നിങ്ങൾ ദൈവത്തിൻ്റെ പരിഗണനയിൽപ്പെട്ടയാളാണ്. 10,000-കണക്കിന് ആളുകൾ കേൾക്കുന്ന ഈ സന്ദേശം ഞാൻ തൊടുത്തു വിടുമ്പോൾ ചോദിക്കുന്നു, കാലാകാലങ്ങളിൽ സ്വർഗം വിശ്വസ്തനായിട്ടില്ലേ? നിങ്ങൾ പോലും അറിയാതെ, നമ്മളറിയാതെ, നമ്മളെ ഉണർത്താൻ, നമ്മളെ ബലപ്പെടുത്താൻ, നമ്മെ താങ്ങി നിർത്താൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ വീട്ടിലാരുമില്ലാതിരുന്നപ്പോൾ ആർക്കോ നിങ്ങൾക്ക് വേണ്ടി ഒരു നാവ് കൊടുത്തു. അങ്ങനെ വേണം പറയാൻ. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, നിങ്ങളെ താങ്ങി നിർത്താൻ, നിങ്ങളെ ഉണർത്തിക്കൊണ്ടുവരുവാൻ, നിങ്ങൾ വീണു പോകാതിരിപ്പാൻ, നിങ്ങൾ ആത്മഹത്യ ചെയ്യാതിരിപ്പാൻ, നിങ്ങൾ നശിച്ചു പോകാതിരിപ്പാൻ, നിങ്ങൾ ദൈവത്തിന് നഷ്ടമാകാതിരിപ്പാൻ, നിങ്ങൾ ഇല്ലാതെയായി പോകാതിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ആർക്കോ ശിഷ്യൻ്റെ നാവ് കൊടുത്ത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു നാവ് കൊടുത്ത് നിങ്ങളുടെ അടുക്കൽ അയച്ചു. എനിക്ക് വേണ്ടി സംസാരിപ്പാൻ, എന്നോട് സംസാരിപ്പാൻ, എന്നെ താങ്ങി നിർത്താൻ, എന്നെ ഉണർത്താൻ, എന്നെ ബോധം വരുത്താൻ, എന്നെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്താൻ, എന്നെ ഞാനാക്കാൻ എത്രയോ പേരെ ദൈവത്തിൻ്റെ പ്രത്യേക വാക്കും നാക്കും കൊടുത്ത് എൻ്റെ അടുക്കൽ അയച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കർമ്മ പദ്ധതി എത്ര വലുതാണെന്നോർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളോടും പറയുന്നു, ഈ നാളുകളിൽ സ്വർഗം നിങ്ങളെ ഉണർത്തുന്നുണ്ടെങ്കിൽ, ഈ നാളുകളിൽ ദൈവം തൻ്റെ വാക്കുകൊണ്ട് നിങ്ങളെ താങ്ങുന്നുണ്ടെങ്കിൽ, ഒരു മഹാപ്രവൃത്തി നടക്കാൻ പോവുക, ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കാൻ പോവുക.
ഞാൻ ആ 2 കാര്യങ്ങൾ പറഞ്ഞ് നിർത്താം. അറയിൽ വെളിച്ചം പ്രകാശിച്ചാൽ ഓർത്തോളണം, ചങ്ങല അഴിയും, ആമം തകരും. ദൈവം നിങ്ങളെ ഉണർത്താൻ തുടങ്ങിയാൽ ഓർത്തോളണം, സ്വർഗം നിങ്ങൾക്ക് വേണ്ടി പണി ആരംഭിക്കും. നിങ്ങളെ ദൈവം ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ ശോഭിപ്പിക്കും. നിങ്ങൾ ഉണർന്നാൽ പിന്നെ ദൈവപ്രവൃത്തി എളുപ്പമുണ്ട്. ഉണരാത്ത ഒരു മനുഷ്യൻ 500 രൂപ കൊടുക്കുന്നതോ ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിപ്പിക്കുന്നതോ അല്ല. നിങ്ങൾ ഉണർന്നാൽ, നിങ്ങളുടെ മനസ്സുണർന്നാൽ, നിങ്ങളുടെ ആത്മാവുണർന്നാൽ, നിങ്ങൾ ദൈവത്തിനു വേണ്ടി ദൈവാത്മാവിൽ ഉണർന്നാൽ ദൈവപ്രവൃത്തി ആരംഭിക്കും. ഉണർന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. അതിന് ഉണർത്താൻ ചിലരെ ആക്കി വെച്ചിട്ടുണ്ട്, താങ്ങാൻ ചിലർക്ക് നാവ് കൊടുത്തിട്ടുണ്ട്. ഇത് തിരിച്ചറിയുക. ഉണർന്നവർക്ക് പ്രതീക്ഷിക്കാം, ഒത്തിരി പ്രതീക്ഷിക്കാം ദൈവപ്രവൃത്തിയെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വാചകങ്ങൾക്കകത്ത് അന്തർലീനമായിരിക്കുന്ന ആത്മീക രഹസ്യങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെ താങ്ങാൻ ആർക്കൊക്കെയോ ദൈവം പുതിയ നാവ് കൊടുത്തു. ഞങ്ങളെ ഉണർത്താൻ ആർക്കൊക്കെയോ ദൈവം നല്ല വാക്കുകൾ കൊടുത്തു. അതിനായി നന്ദി കർത്താവേ. വീണ്ടും ഞങ്ങൾ ദൈവത്തിന് ഇതെല്ലാം ഓർത്ത് നന്ദി പറയുന്നു. തുടർന്നും സഹായിക്കണമേ കർത്താവേ. അങ്ങ് ഉണർത്തി, അങ്ങ് താങ്ങി നിർത്തി ഒരുപാട് പേരിൽ ദൈവപ്രവൃത്തി നടക്കട്ടെ. ഈ വാക്കുകൾ കേൾക്കുന്ന ആരെങ്കിലും ഉണർന്നിട്ടുണ്ടെങ്കിൽ, അവരിൽ വെളിച്ചം പ്രകാശിച്ചിട്ടുണ്ടെങ്കിൽ, അവരിൽ ദൈവമഹത്വം വെളിപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗമത് ചെയ്യും. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.